ഈ ഇൻവിസിബിൾ നെക്ലേസ് ഒന്ന് നോക്കിയേ. ഇതിന് ഒരുപാട് കുഴപ്പങ്ങളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവില്ല. ഇത് കണ്ടാൽ തന്നെ ഇത് നോക്കുക. ഇതിൻ്റെ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്യണതിൻ്റെ അവിടെയൊക്കെ ആകെ വളഞ്ഞ് ഒരു വൃത്തിയായിട്ട് കിടക്കണില്ല അത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ലോക്കൊക്കെ കണ്ടില്ലേ, കളറൊക്കെ പോയിട്ട് ബ്ലാക്ക് കളറായിരിക്കണം. ഇത് മേടിച്ചിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ, കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇത്. എന്നിട്ട് അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ ഈ കളറൊക്കെ പോയി കൊടുക്കണം. അതുപോലെ തന്നെ ഇത് ചെയ്തുള്ളതും പെർഫെക്റ്റ് ആയിട്ടില്ല, ഇവിടെയൊക്കെ അങ്ങനെ വളഞ്ഞിട്ട്. ഇത് ഈ മാല എൻ്റെ റിലേറ്റീവ് മേടിച്ചതാണ് കേട്ടോ, ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് ഇത്ര പെർഫെക്റ്റ് അല്ലാണ്ട് തന്നെ ചെയ്തിട്ട് കിട്ടിയത്. അപ്പോൾ ഇത് ചെയ്യാൻ ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കാം അത് ഇങ്ങനെ വന്നിട്ടുള്ളത്, അല്ലാണ്ട് ഇപ്പോൾ ആരും അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഇതിന് ഉള്ള എനിക്ക് അറിയണ കാര്യങ്ങൾ, എനിക്കിത് ആദ്യം അറിഞ്ഞില്ല എന്തൊക്കെയാണ് ഐറ്റംസ്, എന്തൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് പറയാമെന്നാണ് ഈ വീഡിയോയിലോട് കൂടിയിട്ട് വിചാരിക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ ഈ ഗിയർ ലോക്ക് കണ്ടില്ലേ, ഇത് പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പുണ്ട്, അല്ലാത്ത ടൈപ്പുണ്ട് ഗിയർ ലോക്ക്. അപ്പോൾ അതറിയാത്തത് കൊണ്ടായിരിക്കാം ഈ കളർ പോണത് കൊണ്ട് ചെയ്തുള്ളത്. അങ്ങനെ രണ്ട് ഐറ്റം ഉണ്ട് എന്ന് ചിലപ്പോൾ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല. ഈ ഗിയർ ലോക്ക് കണ്ട ഇത് നമുക്ക് പെട്ടെന്ന് കളർ പോണ ടൈപ്പാണ്. എന്നാൽ ഇത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കളർ പോയില്ല. ഇതിന് റേറ്റ് കുറവാണ്, കളർ പോണ ഗിയർ ലോക്കിന് റേറ്റ് കുറവും കളർ പോവാത്ത ഗിയർ ലോക്കിന് റേറ്റ് ഉള്ളതുമാണ്. ഇതിൻ്റെ കണ്ടില്ലേ ഷേപ്പ് കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പാണ്. ഇത് അങ്ങനെയല്ല, കുറച്ചൊരു നല്ല റൗണ്ടായിട്ടല്ല, വേറൊരു കുറച്ചും കൂടി ഒരു ഷേപ്പിന് വ്യത്യാസമുണ്ട്. ആദ്യം എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ കളർ പോവാത്ത ടൈപ്പ് ഗിയർ ലോക്ക് ഉണ്ടെന്നൊന്നും. ഞാനും ഇതിനും ഉപയോഗിച്ചിരുന്നത് ഈ ടൈപ്പ് ഗിയർ ലോക്കായിരുന്നു. അപ്പം ഞാനും വിചാരിക്കാറുണ്ട് ഇതിങ്ങനെ കളർ പോകും, നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കളർ പോണ ഐറ്റം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ കളർ അങ്ങനെ അത്ര പെട്ടെന്ന് പോവാത്ത ടൈപ്പും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയണത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ എന്തായാലും മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻവിസിബിൾ നെക്ലേസ് ചെയ്യുമ്പോൾ ഇതൊരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊന്നും നമ്മളിങ്ങനെ ലോക്ക് ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ വളഞ്ഞ് വരുന്നത്. പിന്നെ അപ്പം അങ്ങനെ ആവാണ്ടൊക്കെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഒന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നു മാത്രം. ഇനി ഇത് ഒന്ന് മാറ്റി ശരിക്കും ഒന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ അവർ തന്നത്. അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഗ്യാപ്പായിട്ടല്ലാണ്ട് ഇത് ഒരുമിച്ചിട്ടായിട്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചവർ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ എടുക്കാം നമുക്ക്. ഇതല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഗിയർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
നമുക്ക് ഓരോന്ന് കോർത്ത് കൊടുക്കാം. ഗിയർ ലോക്കാണ് കേട്ടോ കോർത്ത് കൊടുക്കണത്. കണ്ടില്ലേ, ഇതങ്ങനെ ക്വാളിറ്റി ഉള്ള ഗിയർ ലോക്കാണ് കേട്ടോ ഇട്ടുള്ളത്. ഗോൾഡൻ്റെ ബീഡ്, പിന്നെ ലോക്കറ്റ്, വീണ്ടും ഗോൾഡൻ്റെ ബീഡ്, ലോക്കറ്റ് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ്റെ ബീഡ്, ലോക്കറ്റ്, ഇനി വീണ്ടും ഒരു ഗോൾഡൻ്റെ ബീഡും പിന്നെ ഗിയർ ലോക്കും കോർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഇങ്ങനെയാണ് കേട്ടോ വരിക. അത് മൂന്നും ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇനി നമ്മളത് പ്രസ് ചെയ്യുമ്പോഴേ നല്ല മുറുക്കിയൊന്നും പിടിക്കാതെ സിമ്പിളായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ ലോക്കായിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും അതുപോലെ തന്നെ ലോക്കാക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കാണ്ട് ഫ്രീ ആയിട്ട് തന്നെ പിടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വളച്ച് ഇതെടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇപ്പം അത് മുന്നേ ഉണ്ടാക്കിയ മാലയുടെ പോലെ ഇങ്ങനെ ഇവിടെയൊന്നും വളഞ്ഞിട്ടൊന്നുമല്ല ഇരിക്കണത്, ശരിക്കും തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കൊളുത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൊളുത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാ വീഡിയോയിലും കാണിക്കണ കാരണം ഞാനത് വീഡിയോയിൽ കാണിച്ചില്ല. അങ്ങനെ അതാ മാല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇത് നന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. ഇത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഇതായി കിട്ടിയത് കൊണ്ടാണ് എനിക്കിതിങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.